ഓരോ വർഷവും എക്സീഡ് ചെയ്യുന്ന എണ്ണത്തിനെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഹണ്ടിങ് നടക്കുന്നുണ്ട്. അമേരിക്ക ഉൾപ്പെടെ, കാനഡ ഉൾപ്പെടെ. മാർച്ച് ഏപ്രിലിൽ ഓസ്ട്രേലിയ, നിങ്ങൾക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ കങ്കാരുള്ളതാണ്. കർഷകർക്ക് വലിയ പ്രശ്നമുണ്ട്. അവിടെ മാർച്ച് ഏപ്രിലിൽ ഒരു കങ്കാരുവിനെ ഓരോ ഏരിയയിലും വെടിവെക്കാൻ കർഷകർക്ക് തോക്കും $100 കൊടുക്കുകയാണ് ഇതിന് ബർത്ത് കൺട്രോളിന്. ലോകത്തെ എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലും ഇത് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത് പെറ്റുപെരുകി മനുഷ്യൻ. ഇവിടുത്തെ ആവശ്യം പശ്ചിമഘട്ടത്തിൽ നിന്ന് കർഷകർ താഴെ ഇറങ്ങണം. ഇവിടുത്തെ വനവിസ്തൃതി വർദ്ധിക്കണം. അതിനെന്താ മാർഗം? നിയമം കൊണ്ട് ജനങ്ങളെ ഇറക്കാൻ കഴിയില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ കടുവയും ആനയും പന്നിയും വന്ന് മനുഷ്യനെ ആക്രമിച്ച് മനുഷ്യൻ നിർബന്ധിത സാഹചര്യത്തിൽ ഇറങ്ങിപ്പോവാണ്. അതിന് ഈ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് പദ്ധതി ഉണ്ടാക്കിയല്ലോ. 15 ലക്ഷം രൂപ കിട്ടും. ഈ 160ഓളം കുടുംബങ്ങൾ നിലമ്പൂരിൽ കുടിയിറങ്ങി. 10 സെൻറ്റ് സ്ഥലവും വീടും 15 ലക്ഷം. 1 ഏക്കറയും വീടുമാണെങ്കിലും 15 ലക്ഷം. 10 ഏക്കറയും വീടുമാണെങ്കിലും 15 ലക്ഷം. ഈ 15 ലക്ഷം സർക്കാരിൽ നിന്ന് കോമ്പൻസേഷൻ വാങ്ങി 100 കണക്കിന് കർഷകർ വീട് വിട്ടിറങ്ങി നിലമ്പൂരിൽ. ഞാനാ പോയി അവരെ കാല് പിടിച്ച് നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു. ഇപ്പം എന്താ സ്ഥിതി? ആ പാട്ടക്കരിമ്പിലൊക്കെ ആ ഏരിയയിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് വനമിറങ്ങി. അത് കാടായി. അപ്പോൾ അടുത്ത അങ്ങാടിയിലേക്ക് വരും. ഇതിങ്ങനെ തിരക്കി അറബിക്കടൽ വരെ മനുഷ്യരെ കൊണ്ടുപോകുന്ന ഈ പറയുന്ന കാർബൺ ഫണ്ടുമായി ബന്ധപ്പെട്ട ഇൻ്റർനാഷണൽ ലോബിയിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വെസ്റ്റേൺ ഗഡ്സിൻ്റെ സാന്നിധ്യം ഇവിടെ ചൂട് കുറക്കുന്നതിൽ വലിയ പാർട്ട് വഹിക്കുന്നുണ്ട്. ഓസോൺ പാളിക്ക് വിള്ളൽ വീണു. രാജ്യത്ത്, ലോകത്ത് ചൂട് വർദ്ധിക്കുന്നു. ചൂട് വർദ്ധിക്കാൻ എന്താ വേണ്ടത്? ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടണം, കുറയാൻ. ആ ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടണമെങ്കിൽ വനവൽക്കരണം നടക്കണം. ആ വനവൽക്കരണം നടക്കണമെങ്കിൽ പശ്ചിമഘട്ടം ഏറ്റവും സൂട്ടബിൾ ഏരിയയാണ്. അപ്പോൾ അവിടെ ജനങ്ങളെ താഴെ ഇറക്കണം. എന്തിന്? ലോകത്തിൻ്റെ ചൂട് കുറക്കാൻ. അതിൻ്റെ ഭാരവും ഈ പാവപ്പെട്ട കർഷകർക്ക്. അങ്ങനെ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ഗൂഢാലോചന ഇൻ്റർനാഷണലി വളരെ വലുതാണ്. സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്. ഇപ്പോൾ എൻ്റെ റിട്ട് സുപ്രീം കോടതിയിലുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പം ഇതിനൊന്നും അഡ്രസ്സ് ചെയ്യാതെ അതിൻ്റെ പിന്നിൽ ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ട് പൊടി തട്ടിപ്പോവും. പിന്നെ ഫോറസ്റ്റിൽ എഴുതി വെച്ചിരിക്കുക 10 ലക്ഷം ചെക്ക് അങ്ങനെ ഒപ്പിട്ട് വെച്ചിരിക്കുക. ആരാണ് മരണപ്പെടുന്നത് അവൻ്റെ പേര് മാത്രം എഴുതി ചേർത്താൽ മതി. എല്ലാ DF ഓഫീസിലും ചെക്കുണ്ട്. 5 ലക്ഷം സ്റ്റേറ്റും 5 ലക്ഷം സംസ്ഥാനവും. അപ്പോൾ എത്ര ആൾ മരിച്ചു വീണാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല. ഇന്നലെ ഈ സമരം നടന്ന സമയത്ത് സമരം നടത്തി കസ്റ്റഡിയിലായ പ്രവർത്തകരെ സ്ഥാനാർത്ഥി ഹരിടൻ ഷൗക്കത്ത് അടക്കമുള്ള നേതാക്കളെത്തി വാഹനത്തിൽ നിന്നും ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ടുപോയി. അതിനെങ്ങനെ കാണുന്നു? അത് സ്വാഭാവികമായിട്ടും സമരരംഗത്ത് ഇറങ്ങുമ്പോൾ സംഘർഷങ്ങൾ ഈ പറഞ്ഞ പോലെ ഉണ്ടാവും. അതിനൊക്കെ രാഷ്ട്രീയമായിട്ട് ആ രീതിയിൽ തന്നെ ഒരു സമരത്തിൻ്റെ ഭാഗമായി കണ്ടു. അതൊന്നും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് പറയാൻ ഞാനില്ല. അവർ ഇന്നലെ നടത്തിയ സമരത്തിൻ്റെ രീതി ആശുപത്രി റോഡാണ് ബ്ലോക്ക് ചെയ്ത്. പല രോഗികൾക്കും അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ പ്രകടനപരത നടത്തിയവരൊന്നും ഞാൻ നിലമ്പൂരിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതിലെ അഭിപ്രായ വ്യത്യാസമുള്ളൂ. അത്രേ പറഞ്ഞുള്ളൂ. ഇവരൊക്കെ എവിടെയായിരുന്നു? ഈ ജനങ്ങളോട് എന്തോ ഒരു സ്നേഹം. ഇപ്പോൾ ഒരാളെയും കണ്ടിട്ടില്ലല്ലോ ഞാൻ ജയിലിൽ പോയപ്പോഴൊന്നും. അല്ല, അതൊക്കെ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നു. ഞാൻ പറയണ്ടല്ലോ. ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഭാഷയാണ്. അദ്ദേഹം നല്ല ഭാഷയിൽ സംസാരിക്കുക. അദ്ദേഹം എവിടെയായിരുന്നു ഈ കാലം അത്രയും? ഇപ്പം അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഞാൻ നിലമ്പൂർക്കാരനാണ്. എറണാകുളത്ത് പോയി മത്സരിച്ചപ്പോൾ അതിൻ്റെ വീഡിയോ വരുന്നുണ്ടല്ലോ. ഞാൻ ഇവിടെ സ്ഥിരതാമസക്കാരനാണ് എറണാകുളത്ത് 3 വർഷമായി. നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് അവിടുന്ന് വോട്ടർമാരോട് പറയുന്നുണ്ടല്ലോ. ഇപ്പം അദ്ദേഹം പറയുന്നത് എന്താ? ഞാൻ നിലമ്പൂർക്കാരൻ. ആയിക്കോട്ടെ, അദ്ദേഹം പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലേ? എന്തെല്ലാം വിഷയങ്ങൾ അവിടെ ഉണ്ടായി. ഈ 3 മാസത്തിൻ്റെ ഉള്ളിൽ 4 ആളെ മൃഗങ്ങൾ ആക്രമിച്ച് അവിടെ കൊന്നു. 3 ആന ചവിട്ടിക്കൊള്ളലും ഒരു കടുവ പിടിച്ചു. ഇയാളൊന്നും കണ്ടില്ലല്ലോ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ജനങ്ങൾ കണ്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഭാഷയും സാഹിത്യമൊക്കെ പറയാം. ഇപ്പോൾ പ്രണയത്തെക്കുറിച്ചാണ് പുള്ളി സംസാരിക്കുന്നത്. ഇന്നലെ ഞാൻ കണ്ടു. ഏത് പ്രായത്തിലും നമുക്ക് പ്രണയം ഉണ്ടാവും. മനുഷ്യനെ പുലി കടിച്ച് കീറുമ്പോൾ ഒരു സ്ഥാനാർത്ഥി പറയുന്ന കാര്യമായി പ്രണയത്തെക്കുറിച്ച്. ഇവരുടെയൊക്കെ ലെവൽ അതാണ്. പച്ച മനുഷ്യൻ്റെ കാര്യം പച്ചയായി പറയാൻ ഒരാളുമില്ല. അത് പറയുമ്പോൾ ഞാൻ അധിക പ്രസംഗി, ഞാൻ ധിക്കാരി. ആ അധിക പ്രസംഗം തുടരും, ആ ധിക്കാരവും തുടരും. അത്രേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ഇതെന്നും പ്രധാന ചർച്ചാ വിഷയം നിലമ്പൂർക്കാർക്ക് ഇതാണ്. നിങ്ങളൊക്കെ ഇപ്പോൾ വരികയല്ലേ നിലമ്പൂരിലേക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട്? നിലമ്പൂരിൽ എന്നും രാവിലെയും വൈകുന്നേരം ഉച്ചക്കും മനുഷ്യർ തമ്മിൽ ചർച്ച ചെയ്യുന്നത് തന്നെയാണ്. 7 മണിയാകുമ്പോഴേക്ക് കട അടച്ച് വീട്ടിൽ പോവുക. പോത്തുകല്ലും ഈ പറയുന്ന കരളായിലും വഴിക്കടവിലൊക്കെ കടകൾ തുറക്കുന്നില്ല.